ഒന്നര പതിറ്റാണ്ടുകൊണ്ട് ഫലസമൃദ്ധമായൊരു ജൈവ കൃഷിത്തോട്ടം നിർമ്മിച്ചെടുത്ത കർഷകനാണ് മാത്യു. ഒപ്പം ഏറ്റവും മികച്ച കേര കർഷകരുടെ പട്ടികയിൽ മുന്നിലിടം നേടി. വളരെ കൃത്യമായി സംവിധാനം ചെയ്യപ്പെട്ട തോട്ടം പരസ്പരം മത്സരിക്കാതെ വളരാൻ ഇടമൊരുക്കുന്ന രീതിയാണ് തുടരുന്നത്. ഒരു തോട്ടം നമ്മൾ വെച്ചുപിടിപ്പിക്കാൻ പ്ലാൻ ചെയ്യുമ്പം തന്നെ വിവിധ ഇനത്തിലുള്ള സാധനങ്ങൾ, അതായത് ചെടികൾ നമ്മുടെ തോട്ടത്തിൽ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും മസ്റ്റായിട്ടുള്ള കാര്യം. അതുപോലെ മണ്ണിൻ്റെ ജൈവം നഷ്ടപ്പെടാതിരിക്കാൻ മരങ്ങൾക്ക് നല്ല പ്രാതിനിധ്യം കൊടുത്ത് മരങ്ങളും വെച്ച് പിടിപ്പിച്ചിരിക്കണം. മരങ്ങൾ എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം നേരിട്ട് മണ്ണിലേക്ക് അടിക്കാതെ മരങ്ങൾക്ക് എല്ലാവർക്കും ഒരേമാതിരി സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമേ അവർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ വെച്ചുപിടിപ്പിക്കുന്ന മരങ്ങൾ ഒന്നിനൊന്നിന് തടസ്സമാകാൻ പാടില്ല. എല്ലാത്തിനും ആവശ്യത്തിനുള്ള സൂര്യപ്രകാശം ലഭിക്കത്തക്ക രീതിയിൽ മാത്രം പ്ലാൻ ചെയ്തിട്ട് വേണം എല്ലാം കൃഷി ചെയ്യാൻ. ഇപ്പോൾ എൻ്റെ ഇവിടുത്തെ തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങുണ്ട്, കമുകുണ്ട്, മാവുണ്ട്, പ്ലാവുണ്ട്, ഓറഞ്ചുണ്ട്, എല്ലാ പഴവർഗ്ഗങ്ങളും ഉണ്ട്. അതിന് കൂട്ടത്തിൽ ജാതി, ഗ്രാമ്പു ഇങ്ങനെയുള്ള സ്പൈസസും ഉണ്ട്. ഒരൊറ്റ ചെടി പോലും, ഒറ്റ മരങ്ങൾ പോലും ഒരു മരത്തിന് തടസ്സമില്ലാത്ത രീതിയിലാണ് ഇതിനകത്ത് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ അടിയിൽ കുറച്ച് ഷെയ്ഡ് മതിയാവുന്ന, കുറച്ച് ഷെയ്ഡ് അത്യാവശ്യമായിട്ടുള്ള കൃഷി അതും നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതിന് അറബി ഇനത്തിൽപ്പെട്ട കാപ്പികളാണ് വെച്ചിരിക്കുന്നത്. അത് ചന്ദ്രഗിരി ഉണ്ട്, സെലക്ഷൻ 5 ഉണ്ട്, സെലക്ഷൻ 6 ഉണ്ട്, സെലക്ഷൻ 9 ഉണ്ട്. ഇങ്ങനെ 3-4 വെറൈറ്റി കാപ്പികളും വെച്ചിട്ടുണ്ട്. അത് നല്ല സൂപ്പറായിട്ട് കായ്ക്കുന്നുണ്ട്. അങ്ങനത്തെ വെറൈറ്റി 3-4 കാപ്പികളുണ്ട്. അപ്പോൾ അതിന് കുറച്ച് വെയിൽ കുറച്ച് മതി. അതിൻ്റെ ഷെയ്ഡിൽ, മറ്റുള്ള മരങ്ങളുടെ ഷെയ്ഡിൽ ഈ കാപ്പിയും വരുവാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം കാപ്പിയുണ്ട്, കുരുമുളകുണ്ട്, ഓറഞ്ചുണ്ട്, ജാതിയുണ്ട്, ഇങ്ങനെ എല്ലാ കൃഷികളും കൂടി ചെയ്തിരിക്കുന്ന ഒരു സമ്മിശ്ര കൃഷിയാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നടന്നു മേയുന്ന കാലികളുടെ വളം മാത്രം ഉപയോഗിക്കുന്നത് കൃഷിക്ക് ഏറെ പ്രയോജനമാവുമെന്ന് മാത്യു നിരീക്ഷിക്കുന്നു. ഇത് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട് ഒരു 10 വർഷമായി. ഇപ്പം ജൈവവളം വളരെ കാര്യമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു ബെൻസ് ലോറിക്ക് 12-16 അതുകൊണ്ട് ബെൻസിന് ഒരു 6-7-8 ലോഡൊക്കെ വളപ്പൊടി. അത് ഈ മലയിൽ മേയുന്ന മാടിൻ്റെ വളപ്പൊടി ഇവിടെ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. നാടൻ മാടിൻ്റെ വളപ്പൊടി ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. ആ വളപ്പൊടി മേടിച്ചിട്ടാൽ നമ്മൾ ഈ ഹോർമോണൊക്കെ കൊടുത്ത്, ഹോർമോൺ തന്നെ പറയാം, ഒരു കോഴിയാണെങ്കിൽ 30 ദിവസം 40 ദിവസം പ്രായമാകുമ്പോഴത്തേന് അതിനെ പിടിച്ച് കശാപ്പ് ചെയ്ത് ജീവിക്കുന്ന അത്ര ദൃഢഗതിയിൽ വളർന്നു വരുന്ന ആ ഭക്ഷണങ്ങൾ ഉപയോഗിച്ച് മാട് വളർത്തുന്ന ആൾക്കാരുണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ കാലിത്തീറ്റ കഴിച്ചു കൊടുത്ത് വളർത്തുന്നുണ്ട്. അതിൻ്റെ ഒന്നും ചാണകത്തിനൊന്നും ഈ പറയുന്ന ഗുണങ്ങളൊന്നും വേണ്ട. ഈ മലയിൽ പച്ചപ്പുല്ല് നിന്ന് നടക്കുന്ന മാടുകളുണ്ട്. അതിനെ രാത്രിയിൽ പിടിച്ചു കെട്ടിയും രാത്രിക്കത്തെ ചാണകം മാത്രം കിട്ടുന്ന ചാണകമുണ്ട്. ആ ചാണകം വേണം മേടിച്ചിട്ട്. അവിടെ ഇഷ്ടം പോലെ ഈ അട്ടപ്പാടി പ്രദേശങ്ങളിൽ വാങ്ങാനുണ്ട്. ആ ചാണകവും ഒരു 5-8 ലോഡ് വാങ്ങി ഓരോ വർഷം തെങ്ങിനും കവുങ്ങിനും ജാതിക്കും എല്ലാ കൃഷിക്കും കുരുമുളകിനും എല്ലാത്തിനും കൊടുക്കുന്നുണ്ട്. തെങ്ങ്, കാപ്പി, കുരുമുളക്, കവുങ്ങ്, ജാതി, പഴവർഗ്ഗങ്ങൾ, വാഴ തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽ മികച്ച കായഫലം ലഭ്യമാക്കുന്നു. ബോഗൻവില്ലയുടെയും ഓർക്കിഡുകളുടെയും വൈവിധ്യമാർന്നൊരു ശേഖരവും മാത്യുവിനുണ്ട്. പൊതുവെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ വെള്ളത്തിൻ്റെ കാര്യത്തിൽ മഴയെ ആശ്രയിച്ച് ചെയ്യുന്ന കൃഷികളാണ് കേരളം കൂടുതൽ പ്രദേശങ്ങളുള്ളത്. പക്ഷേ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പേരിൽ വരൾച്ച കൂടുതലായിട്ടുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ കുറച്ച് ജലം വേനൽക്ക് നന കൊടുത്താൽ ഉൽപ്പാദനം ഇരട്ടിയായിട്ടും 2 ഇരട്ടിയായിട്ടും വർദ്ധിക്കുകയും ചെയ്യും. ആ ജലം ഉപയോഗിക്കുന്നത് ചില ആൾക്കാർ ഒഴുക്കി നനയ്ക്കുന്നുണ്ട്, ചില ആൾക്കാർ ട്രിപ്പ് കൊടുക്കുന്നുണ്ട്, ചില ആൾക്കാർ സ്പ്രിംഗ്ലർ വെക്കുന്നുണ്ട്. ഇതെല്ലാം ഓരോരുത്തരും ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ നനയ്ക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. എൻ്റെ നന ഓസ് ഉപയോഗിച്ചാണ് നനയ്ക്കുന്നത്. ഓരോ ചെടിക്കും ആവശ്യത്തിനുള്ള ജലം മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. ഒഴുക്കി നനയ്ക്കുന്ന പരിപാടി നമുക്കില്ല. സ്പ്രിംഗ്ലർ ഒരു 5-6 വെച്ചിട്ടുണ്ട്. എങ്കിലും അതിൻ്റെ ദോഷങ്ങളും നമുക്കറിയാം.
അപ്പോൾ ഈ ഒഴുക്കി നനയ്ക്കുകയാണെങ്കിൽ അതിന് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം നമുക്ക് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഈ തെങ്ങിൻ്റെയൊക്കെ തടങ്ങളാണെങ്കിൽ ഒഴുക്കി നനയ്ക്കുന്ന സമയത്ത് അതിൻ്റെ മടലുകളെല്ലാം താഴെ വീണ് കിടക്കുന്നത് അതെല്ലാം കോന്തി, തെങ്ങിൻ്റെ തടത്തിൽ വെള്ളം വെച്ചിട്ട് അതെല്ലാം കോന്തി മൾച്ച് ചെയ്ത് ശരിയാക്കി കൊണ്ടുപോകുന്ന ഒരു കൃഷി രീതിയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് ആ മൾച്ചിങ്ങിന് നമുക്കൊരു പ്രത്യേകിച്ചൊരു ചിലവ് വരാറില്ല. അടുത്തയിടെ തെങ്ങു ഗവേഷണ കേന്ദ്രം കണ്ടെത്തിയ അപൂർവ ഇനം തെങ്ങ് മാത്യുവിൻ്റെ കൃഷിയിടത്തിലാണ്. പുതിയ തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് അധ്വാനശീലം. അധ്വാനശീലം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാർഷിക രംഗത്ത് വിജയിക്കുള്ളൂ. അധ്വാനശീലം എന്ന് പറഞ്ഞാൽ എപ്പോൾ കൊടുക്കാൻ പറ്റും? അധ്വാനശീലം ചെറുപ്പത്തിൽ തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ മക്കൾ പഠിക്കല്ലേ, അല്ലെങ്കിൽ അവന് ഒത്തിരി പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ ഒരു ജോലിയും ചെയ്യിപ്പിക്കാതെ, അല്ലെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിൽ അടുക്കള പണിക്ക് പോലും കൂട്ടാതെയും തോട്ടത്തിലുള്ള പണിക്ക് കൂട്ടാതെ, ആണുങ്ങളാണെങ്കിലും ഒരു പണിക്കും കൂട്ടാതെ അവനെ ഇങ്ങനെ പഠിപ്പിച്ച് സാറാക്കി എടുത്തിട്ട് അവന് ഒരു 10-25 വയസ്സായി കഴിയുമ്പോൾ അവനോട് അധ്വാനശീലം ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാകുകയല്ല. അവൻ അധ്വാനിക്കല വേണ്ടി. അപ്പം മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ള പ്രമാണത്തിനനുസരിച്ച് മാതാപിതാക്കളെ ബഹുമാനിക്കുകയും മാനിക്കുകയും അവരെ ബഹുമാനിക്കുന്നവരോ അവരെ അധ്വാനമുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഒന്ന് സഹായിക്കാൻ കൊടുക്കുക, അതാണ് ഈ ബഹുമാനിക്കുക എന്ന് പറയുന്നത്. അല്ലാതെ പിന്നെ എന്താ ബഹുമാനിക്കുക എന്ന് പറയുന്നത്? അപ്പോൾ അവരുടെ കൂട്ടത്തിൽ കൂടി അധ്വാനശീലം നമ്മൾ ചെറുപ്പത്തിലേ തന്നെ കൈമുതലാക്കിക്കണം. ആക്കിയില്ലെങ്കിൽ അധ്വാനം ഇല്ലാതെ കാർഷിക രംഗം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും.